കേരളത്തിൽ എംപോക്സിന്റെ പുതിയ വകഭേദം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് പുതുക്കിയ മാർഗരേഖ ഇന്ന് പുറത്തിറക്കുമെന്നാണ് അറിയുന്നത്. വ്യാപനശേഷി കൂടുതലായതിനാൽ നിലവിലുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിൽ കർശനമായ നിർദ്ദേശങ്ങളാകും ഉൾപ്പെടുത്തുക. രാജ്യത്ത് ആദ്യമായി പുതിയ വകഭേദം സ്ഥിരീകരിച്ചതിനാൽ അതീവ ജാഗ്രത പുലർത്താൻ കേന്ദ്ര നിർദ്ദേശം നിലവിലുണ്ടല്ലോ. പ്രജിത്ത്, ഈ മാർഗരേഖ എപ്പോൾ പുറത്തു വരും, അത് എത്രത്തോളം കർശനമായിരിക്കുമെന്ന് അറിയുന്നു? നിലവിൽ തന്നെ സംസ്ഥാനത്ത് ഒരുപക്ഷെ ഈ ക്ലേഡ് 1B എന്ന് പറയുന്ന വകഭേദം ആഗോളതലത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പോലും കാരണമായ വകഭേദമാണ്. അത് രാജ്യത്ത് ആദ്യമായി സ്ഥിരീകരിക്കപ്പെടുന്നത് കേരളത്തിലാണ് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. നേരത്തെ തന്നെ ഈ 2022 നിലവിലുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അനുസരിച്ചാണ് സംസ്ഥാനത്തെ ഈ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. വിമാനത്താവളങ്ങളിലെ നിരീക്ഷണമായാലും സർവൈലൻസ് ആയാലും അതോടൊപ്പം കഴിഞ്ഞിട്ടുള്ള ഐസൊലേഷൻ, ശ്രമപരിശോധന തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പോകുന്നത് അങ്ങനെയാണ്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ കൂടുതൽ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. ആ കൂടുതൽ കർശനമായ നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വ്യക്തത വന്നിട്ടില്ല. ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ വിമാനത്താവളങ്ങളിൽ തടഞ്ഞുള്ള പരിശോധനകളോ അങ്ങനെയുള്ള നടപടികളിലേക്കോ പോകുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. കാരണം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വകഭേദമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർശനമായ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. രോഗവ്യാപനം ഉണ്ടാകാത്തൊരു സാഹചര്യമൊക്കെ സൃഷ്ടിക്കേണ്ടതിന്റെ അനിവാര്യതയും ആരോഗ്യ വകുപ്പ് മുന്നിൽ കാണുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഈ വിമാനത്താവളങ്ങളിൽ നേരത്തെ തന്നെ ഐസൊലേഷൻ അടക്കമുള്ള ഈ രോഗലക്ഷണങ്ങളുമായി എത്തുന്നവരെ നിരീക്ഷിക്കാനുള്ള പരിശോധിക്കാനുള്ള സംവിധാനമൊക്കെ ഒരുക്കുമെന്നുള്ള ഒരു അറിയിപ്പുണ്ടായിരുന്നു. അത് സംബന്ധിച്ച ഇപ്പോൾ ഏറ്റവും പുതിയതായി വരുന്നത് ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിലാണെങ്കിൽ കൂടുതൽ കർശനമായ നിരീക്ഷണ സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പ്രത്യേക നിരീക്ഷണ സംവിധാനം ഇപ്പോൾ തലസ്ഥാന ജില്ലയിലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എയർപോർട്ടുകളാണ് തിരുവനന്തപുരം എയർപോർട്ടിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ ഐസൊലേഷൻ, സാമ്പിൾ കളക്ഷൻ, ചികിത്സ തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങളും വിമാനത്താവളത്തിൽ ഇപ്പോൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അത് ഈ നേരത്തെ നിലവിലുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അനുസരിച്ചുള്ള നിയന്ത്രണങ്ങളാണ് അതൊക്കെ. പക്ഷേ മന്ത്രി പറയുന്ന രീതിയിലുള്ള ഈ പുതിയ നിയന്ത്രണങ്ങൾ, അതായത് ക്ലേഡ് 1B കണ്ടെത്തിയ സാഹചര്യത്തിൽ ലോകത്ത് തന്നെ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് കാരണമായ ഒരു വകഭേദം അത് കേരളത്തിൽ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കൂടുതൽ കർശനമാക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് ഏത് തരത്തിലാണ് ആ കർശനമായ നടപടിക്രമങ്ങൾ എന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോൾ ഒരു വ്യക്തതയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസം അത് പുറപ്പെടുവിക്കുമെന്നായിരുന്നു ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇന്ന് പകൽ സമയത്തായിരിക്കും ഇത് വരിക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പുതിയതായി മനസ്സിലാക്കാൻ കഴിയുന്ന, ആരോഗ്യ വൃത്തങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അവസാനമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഉടൻ തന്നെ ഈ പുതിയ ഗൈഡ് ലൈൻസ്, പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തുവിടുമെന്നും ആരോഗ്യവകുപ്പ് അറിയിക്കുന്നുണ്ട്. വീണ.